വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറാണ് ദിലീപ് എന്ന് പറയുന്ന. ഭയങ്കര ഫ്രണ്ട്ലിയേക്കാളും ഞാൻ പറയുക ഡൗൺ ടു എർത്ത് ആണ്. അതായത് ഇത്രയും ഹമ്പിളായിട്ടുള്ള ഒരാൾ. അത് പക്ഷേ എനിക്ക് മമ്മൂക്കനെ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തോന്നിയത്. പക്ഷേ എന്താണെന്ന് പറയുക, ദിലീപായിട്ടിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ഡേ 1 മുതൽ എനിക്കിങ്ങനെ ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാനിങ്ങനെ ആൾക്കാരെ നോക്കിക്കോ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ നോക്കുമ്പം ഫസ്റ്റ് ഡേ മുതൽ ഏകദേശം ഒരു 70 ദിവസം നമ്മൾ ഷൂട്ട് പോയിട്ടുണ്ട്, 60 സംതിങ് ഡേയ്സ്. ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ. അപ്പം ജോർജ് പൂരം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കുറേ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത കുറേ സാധനങ്ങൾ അതിലുണ്ട്. അതായത് ഒരുപാട് ഹാർഡ് വർക്ക്. ദിലീപേട്ടനൊക്കെ കരിഞ്ഞിട്ടുണ്ട് സ്കിന്നൊക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് കറുത്ത് അങ്ങനെ. കാരണം വെയിലും അതും പൊടിയും ഇതൊക്കെ ആയിട്ട്. അപ്പം ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ടയേർഡാവും. പിന്നെ എന്നിട്ട് പോലും ആ ക്യാരവൻ ഇറങ്ങി പുള്ളി എന്നെ കാട്ടാൻ ജനക്കൂട്ടം എനിക്കൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല എത്ര ആൾക്കാരാണ്. അപ്പം സ്വാഭാവികമായിട്ടും മുഖത്ത് ചെറിയൊരു ഇറിറ്റേഷൻ വരും. ഇങ്ങനെ എന്നാൽ പോലും ഓരോരുത്തരുടെ കൂടെ നിന്ന് പുള്ളി സെൽഫി എടുക്കും, ഓരോരുത്തരുടെ കൂടെ നിന്ന് പുള്ളി സംസാരിക്കും, അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. അപ്പം ഞാനിങ്ങനെ വെച്ചാൽ ആദ്യത്തെ ദിവസം 10 ദിവസം 20 ദിവസം 30 ദിവസം 50 ദിവസം 60 ദിവസം ഒരു വ്യത്യാസമില്ല, എന്നും ഇത് തന്നെയാണ് ആള്. അപ്പം ഞാൻ എൻ്റെ അവസാനത്തെ ദിവസം ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു, ദിലീപേട്ടൻ ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞെന്താ അറിയുക, മോളെ ഞാൻ ഇന്ന് എന്താണെങ്കിലും അത് അവർ കാരണമാണ്, വന്ന വഴി മറക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് നിന്ന് നമ്മൾ പഠിക്കാൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നും ദിലീപായിട്ട് മാറിയിട്ടില്ല. പുള്ളി ഇന്നും ജനപ്രിയൻ എന്ന് പറയുന്ന ജനത്തിനെ പുള്ളിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അപ്പം ഞാനും പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് വലിയ തലങ്ങളിലായാലും നിങ്ങൾ അത്രയും വലിയ തലത്തിലെത്തി എന്നതിൻ്റെ പ്രൂഫ് നിങ്ങളുടെ ഹ്യൂമിലിറ്റിയാണ്. നമ്മൾ ആ ഒരു സ്ഥാനത്ത് എത്തി. അപ്പം നിങ്ങൾ രജനീകാന്തിനെ എടുത്താലും അമിതാഭ് ബച്ചനെ എടുത്താലും ഇന്ത്യയിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാർസിനെ എടുത്താലും അവർ ആ പദവിയിൽ നിൽക്കുന്നവരെല്ലാവരും ഹമ്പിളായിരിക്കും. അതെ, ഡൗൺ ടു എർത്ത് ആയിരിക്കും. അതാണ് ദിലീപേട്ടൻ്റെ അടുത്ത് ഞാൻ പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ നാദിർഷക്ക പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടന് പറഞ്ഞില്ല. ദിലീപേട്ടൻ നാഷിക്കയോട് ചോദിച്ചത് നീ കോൺഫിഡൻ്റ് ആണ് അതിൽ. അപ്പോൾ എനിക്ക് പറഞ്ഞ് ഞാൻ കോൺഫിഡൻ്റ് ആണ്, നമുക്ക് ചെയ്യാടാ എന്നുള്ള ലൈനിലാണ് പറഞ്ഞത്. കഥ ദിലീപേട്ടനെ കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. ദിലീപേട്ടനെ ഇഷ്ടമായി. ദിലീപേട്ടൻ എല്ലാവരും പറഞ്ഞത് ദിലീപേട്ടൻ ഭയങ്കര ഇടപെടലൊക്കെ ആയിരിക്കുമല്ലേ, അപ്പോൾ കംപ്ലീറ്റ് തിരുത്തിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു. ഒരു തിരുത്തലും വന്നിട്ടില്ല. ആദ്യത്തെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇല്ല, പുള്ളിക്ക് തോന്നിയ സജഷൻ പുള്ളി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്തായാലും ഷൂട്ടിന് മുമ്പ് ഇതൊന്ന് പോളിഷ് ചെയ്യാനിരിക്കുമല്ലോ, അതിന് മുമ്പാണ് പുള്ളി കേട്ടത്. കുറച്ച് ഇംപ്രൂവൈസേഷൻ എല്ലായിടത്തും വരും. അത് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. മമ്മൂസ് ആ ഒരു വിളിയിലുണ്ട് ആ ഒരു സ്നേഹം. ദീപു നല്ലവനാ. അയ്യോ അതെ സത്യം, ഒരുപാട് പേരെ സഹായിക്കും. ഞാൻ മെമ്മറി ചെയ്യുന്ന കാലഘട്ടം തുടങ്ങിയിട്ട് ദിലീപ് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഒരു അനിയനെ പോലെയാണ്. കാരണം എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവന്, എന്നോട് ഭയങ്കര ആരാധനയാണ്. അപ്പൊ കലാഭവനിൽ ഉണ്ടായിട്ട് പോലും അവൻ അരിശ്രീയിലേക്ക് വരാൻ കാരണം എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്, അല്ലെ അരിശ്രീയിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടല്ല. ഞങ്ങളുടെ അന്നുള്ള ആ പ്രോഗ്രാമിന്റെ ഒരു പക്വത, ഒരു കൃത്യനിഷ്ഠ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് സിദ്ദിഖിലാല് ആ ബാച്ചിൽ നിന്നൊക്കെ ഉണ്ടായതാണല്ലോ ഞാനും. അതുകൊണ്ട് ട്രൂപ്പിൽ ഭയങ്കര ഡിസിപ്ലിൻ ഉണ്ടാവണം. പിന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടി അത് വളരെ നീറ്റായിട്ട് ചെയ്യണം. അതെല്ലാം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ദിലീപ് അരിസിലേക്ക് വരാൻ കാരണം. ചേട്ടനെക്കാട്ടിലും ഒത്തിരി ജൂനിയർ ആണോ? അതെ അതെ ദിലീപേട്ടൻ. അതെ അതെ അതെ. ഞാൻ കലാഭവനിൽ തുടങ്ങി, കലാഭവനിൽ നിന്നാണ് ഞാൻ അരിസിലേക്ക് പോകുന്നത്. ഒരിക്കലും ദിലീപിനെ പോലത്തെ ഒരാളെ ഇപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും തീർച്ചയായിട്ടും വരും ദിലീപൊക്കെ. കാരണം ഒരിക്കലും കഴിവുള്ള ആൾക്കാരെ ആർക്കും മാറ്റി നിർത്താനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഞാനന്ന് കമൽ സാറിൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ഡയറക്ടർ അടുത്ത് പോയി വേറെ രീതിയിൽ പോയി ഏതെങ്കിലും തരത്തിൽ ദിലീപൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പൊസിഷൻ തന്നെ വരും. അത് അർഹതപ്പെട്ട അത്രേ ഉള്ളൂ. ഭയങ്കര സന്തോഷം. അതെ, ഏത് സിനിമയിലായിരുന്നു? ഫസ്റ്റ് പൂക്കാലം പരിപാടി സിനിമയുടെ സെറ്റിലേക്കാണ് ഫസ്റ്റ് വിളിച്ചോണ്ട് വന്നത്. അന്ന് കണ്ടു. അന്ന് കമൽ കണ്ടിട്ട് നോക്കട്ടെ അടുത്ത പടം തുടങ്ങുമ്പോൾ വിളിക്കാം അറിയിക്കാന്ന് പറഞ്ഞിട്ട് പോയി. അന്ന് അതിൽ അക്കു അക്ബർ ഉണ്ടായിരുന്നു. ആ പടത്തിലാണ് അക്കു അക്ബർ അസിസ്റ്റന്റായിട്ട് ജോയിൻ ചെയ്തത്. അതിനു മുമ്പ് ലാൽ ജോസൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അടുത്ത പടത്തിന് നോക്കാമെന്ന് പറഞ്ഞു. അടുത്ത പടം വിഷ്ലോകമായിരുന്നു. അത് പാലക്കാട് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം വരാൻ പറഞ്ഞു. അത് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരണമെന്ന് പറഞ്ഞു. പക്ഷേ തലേ ദിവസം ദിലീപ് എത്തിയില്ല. അപ്പോൾ അന്ന് ദിലീപിന് എന്തോ മിമിക്രി എന്തോ ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ എത്താഞ്ഞുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഇറിറ്റേഷൻ വന്നു. കാരണം പങ്ക്ച്വൽ ആയിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതിന് പകരം വേറൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അയാൾ വരികയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ദിലീപിന് സ്പേസ് ഇല്ലാണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, പിറ്റേന്ന് കാലത്ത് ദിലീപ് വന്നു. ഒരു 11 മണിയായി വന്നപ്പോൾ. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ദിലീപ് എത്തുന്നത്. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ലേറ്റായി പോയി, അതുകൊണ്ട് അടുത്ത പടത്തിന് വരാൻ പറഞ്ഞു.
സത്യത്തിൽ ദിലീപ് ഭയങ്കര വിഷമമായിട്ട് ഒരു അമ്പലത്തിന്റെ ഒരു കുറെ സ്റ്റെപ്പൊക്കെ ഉള്ള ഒരു അമ്പലത്തിന്റെ മുകളിലായിരുന്നു ഷൂട്ട്. ഒരു ബാഗൊക്കെ ആയിട്ട് വന്നാണ് പാവം. ഞാൻ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞ ആ ബാഗൊക്കെ ഇട്ട് ഇറങ്ങി പോണ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാതെ വിഷമം തിരിച്ചു വിളിച്ചിട്ട് വർക്ക് ചെയ്തോളാൻ പറഞ്ഞാണ്. ദിലീപിന്റെ കാര്യത്തിലാണെങ്കിൽ ദിലീപിനെ പണ്ട് തൊട്ട് അറിയാവുന്നതിന്റെ പേരിൽ ഒരു സാധനത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറകെ തന്നെയാണ്. ഊണുമില്ല ഉറക്കമില്ല ഒന്നുമില്ല. 3 മണിക്ക് വെളുപ്പിന് 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് അതിനെപ്പറ്റി ആലോചിക്കണമാണ് അവന്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഭക്ഷണം വേണ്ട ഇത് വേണ്ട ഒരു ക്യാരക്ടറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയാണ്. ആ ചാന്തുപൊട്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത് സിനിമ ഓഫ് സ്ക്രീനിൽ പോലും ചിലപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ആ ക്യാരക്ടറാണ്. എടാ ഞാൻ എന്നൊക്കെ പറഞ്ഞു കൈയൊക്കെ ഇങ്ങനെയൊക്കെ പോകണതാണ്.